കൈ തട്ടി അന്നത്തെ റിയാക്ഷൻ എനിക്ക് പെട്ടെന്ന് കൈ അങ്ങോട്ട് പോകാനാണ് തോന്നിയത്. കക്ഷിയുടെ റൈറ്റ് ഹാൻഡിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. അപ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ആയിപ്പോയി. കക്ഷിയുടെ ബാക്ക് വശം തന്ന് ഡോറിന്റെ ലോക്കെ തട്ടി ഡോർ അങ്ങ് ഓപ്പൺ ആയി. അങ്ങനെ പിടിച്ച് കയറ്റിയതാണ്. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റി. വിത്തിൻ ആ ഒരു റിയാക്ഷൻ ഒരു സെക്കൻഡ് കൊണ്ട് നടന്നതാണ്. പിന്നെ അതേ രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ക്യാമറയൊക്കെ എടുക്കാം എന്ന് പറഞ്ഞു. ക്യാമറ നോക്കിയപ്പം രണ്ടും കഴിഞ്ഞു. പേടിച്ചു പോയി. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ തരംഗമാവുകയാണ് ഒരു കണ്ടക്ടർ ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു അപൂർവമായ കാഴ്ച. അത് അപൂർവമായ കാഴ്ച എന്ന് പറയാനുള്ള കാരണം പെട്ടെന്ന് ഒരു നിമിഷത്തെ അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീഴുമായിരുന്നു. ആ കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടലാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. നമുക്ക് ഈ കാണുന്ന ഈ പറയുന്ന വ്യക്തി സുനിൽ എന്ന് പറയുന്ന ബസ്സിലെ ബിലു എന്ന് പറയുന്ന കണ്ടക്ടറാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം, അത് ആ ദൃശ്യം കാണുന്ന ഓരോരുത്തരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം എങ്ങനെയാണ് അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കാനുള്ള തോന്നലിലേക്ക് പോയത്? എന്തായിരുന്നു സംഭവിച്ചത്? അത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ കാരാളമുക്ക് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കൊണ്ട് വണ്ടി നിർത്തിയതിനു ശേഷം 3-4 യാത്രക്കാർ കയറി. ഇത് ഈ പറയുന്ന കക്ഷി അവിടെ നടന്നു വന്നായിരുന്നു. കക്ഷി തന്നെ വന്ന് ഡോറ് തുറന്ന് കയറുന്നത് ആ വിഷ്വലിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഡോറ് തുറന്ന് കയറി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ കൊടുത്തു. കക്ഷിയുടെ കയ്യിൽ കൊടുത്ത് 13 രൂപ ടിക്കറ്റ് ശാസ്താമോട്ടേക്ക് എടുത്തുകയും ചെയ്തു. ബാലൻസ് പൈസ ഞാൻ കൊടുക്കാനുമുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 5 രൂപ നാണയം തറയിൽ വീണ് അത് തന്നെ കക്ഷി എടുത്ത് കൈ വെച്ചേക്കും. ഞാൻ ബാക്കി പൈസ പിന്നീട് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് ഇവിടെയുള്ള ടിക്കറ്റെല്ലാം കൊടുത്തതിന് ശേഷം ഇതേ പൊസിഷനിൽ തന്നെ ഞാൻ നിൽക്കുവാണ്. കക്ഷി ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് പിന്നെ ബാലൻസ് കൊടുത്ത് എത്ര കിട്ടിയ വരേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് കക്ഷി എൻ്റെ കൈ തട്ടി പുറകോട്ട് ഇങ്ങോട്ട് ഡോറിൻ്റെ ഭാഗത്തോട്ട് അങ്ങ് മറിയുകയായിരുന്നു ചെയ്യുന്നത്. വളവ് തിരിഞ്ഞപ്പോഴാണ്, ചെറിയ വളവ്. ഞാൻ അപ്പോഴത്തേക്ക് അന്നത്തെ ഈ കൈ തട്ടി അന്നത്തെ റിയാക്ഷൻ എനിക്ക് പെട്ടെന്ന് കൈ അങ്ങോട്ട് പോകാനാണ് തോന്നിയത്. കക്ഷിയുടെ റൈറ്റ് ഹാൻഡിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. പിടിച്ച് ഞാനത് അപ്പോഴത്തേക്ക് ഡോർ ഓപ്പൺ ആയിപ്പോയി. കക്ഷിയുടെ ബാക്ക് വശം തന്ന് ഡോറിന്റെ ലോക്കെ തട്ടി ഡോർ അങ്ങ് ഓപ്പൺ ആയി. അങ്ങനെ പിടിച്ച് കയറ്റിയതാണ്. പിടിച്ച് കയറ്റി കക്ഷി വണ്ടിക്കകത്ത് വന്നിട്ട് ഞാൻ ചേർത്ത് ഇരുത്തിയിട്ട് പിന്നെ പറഞ്ഞ് മുന്നോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് കക്ഷി ഇറങ്ങേണ്ട സ്റ്റോപ്പിലും അല്ല ഇറങ്ങിയത്. അതിന്റെ 2 സ്റ്റോപ്പിന് മുന്നേ നെല്ലിക്കുന്നത്ത് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി പോവുകയും ചെയ്തു. ഫോണടക്കം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഫോണ് കൈ ഈ സീറ്റിന്റെ കമ്പിയെ ചേർത്ത് പിടിച്ചിരുന്നായിരുന്നു. ചേർത്ത് പിടിച്ചിട്ട് ഈ കൈ ഒരു റൈറ്റ് ഹാൻഡ് ഫ്രീ ആയിരുന്നു. ജീവനാണ് രക്ഷിച്ചത്. പിന്നീട് അത് ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം പറ്റുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് എന്താ തോന്നുന്നത്? ഈ സമയത്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് അതങ്ങനെ പറ്റി. എല്ലാവരെ കൊണ്ടും പറ്റുള്ളൂ എനിക്ക് അറിയത്തില്ല. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റി. വിത്തിൻ ആ ഒരു റിയാക്ഷൻ ഒരു സെക്കൻഡ് കൊണ്ട് നടന്നതാണ്. പിന്നെ അതേ രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കയറുന്ന യാത്രക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരവരുടെ സുരക്ഷകളിലൂടെ നോക്കണം. എപ്പോഴും നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് വന്നതിൽ വരാം. പഴി കേൾക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യം വെച്ചാൽ അപകടങ്ങളൊക്കെ കൂടുതൽ പറ്റുമ്പോൾ പഴി കേൾക്കേണ്ടത് നമുക്ക് വരും. പിന്നെ വണ്ടിയിലെല്ലാം ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടിയിലും ക്യാമറയുണ്ട്. അതുകൊണ്ട് ഇതിലും ഒരു ക്യാമറയുണ്ട്. ഇതിന്റെ ബാക്ക് ക്യാമറ വഴിയാണ് ഇതിന്റെ വിഷ്വൽ കിട്ടിയത്. ഈ പെട്ടെന്ന് ഈ വണ്ടിയിൽ ഈ സംഭവം നടന്ന ഉടനെ ബെല്ലടിച്ചിരുന്നോ? എന്ത് തോന്നി? ഡ്രൈവറാണ്, സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്ന രണ്ടാമത്തെ ആള് ഡ്രൈവറായിരിക്കും. ഞാൻ പെട്ടെന്ന് ബെല്ലടി കേട്ടു ഡോറൊന്ന് തുറക്കുന്നതും കണ്ടു. പെട്ടെന്ന് തന്നെ സൈഡിലോട്ട് ഒതുക്കി നിർത്തിയതാണ്. അപ്പോഴേ ബിനു ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശ്രീമാറ ഇതിലുള്ള സംഭവം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയമായിപ്പോയി. എന്തോ പറ്റി. ഞാൻ പെട്ടെന്ന് വെച്ച് എന്തെങ്കിലും പറ്റിയോ, അത് എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ബിനുവിന് ആ ഒരു ടെൻഷൻ കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ക്യാമറയൊക്കെ എടുക്കാം എന്ന് പറഞ്ഞു. ക്യാമറ നോക്കിയപ്പം രണ്ടും കഴിഞ്ഞു. പേടിച്ചു പോയി. എന്തായാലും ഒന്ന് പറ്റിപ്പോയാ ദൈവമേ ആളുകൾ വെച്ച് ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ബിനു, നമുക്ക് അവനോടാണ് എല്ലാം പറയാനുള്ളത്. വലിയ സന്തോഷമാണ്. ഇപ്പം ഈ യാത്രക്കാരനെ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടോ? അല്ലെങ്കിൽ പക്ഷേ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. വണ്ടിയിലൊക്കെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം എപ്പോഴെങ്കിലും ഈ വണ്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചോ? ഇല്ല, ഒന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഇതേവരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. സ്വകാര്യ ബസ്സുകൾക്കെതിരെ നിരവധിയായ ആരോപണങ്ങളടക്കം പല ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളുള്ളതാണ്. നിരവധി പഴികൾ ഇവർ തന്നെ കേൾക്കുന്നതാണ് പല വിഷയങ്ങളിലും. പക്ഷേ ഈ ഘട്ടത്തിൽ ഇദ്ദേഹം അല്ലെങ്കിൽ സുനിൽ ബസ്സിലെ ബിലുവിന്റെ ഒരു ഇടപെടൽ അത് എല്ലാ ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ കണ്ടക്ടർമാർക്കും ഈ ബസ്സിലെ ജീവനക്കാർക്കടക്കം ഒരു മാതൃകയാണ്. അഭിനന്ദനങ്ങൾ ഏറെ അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ രാജ്കിരണൊപ്പം അരുൺ രാജ്, 24.